അവൻ ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Bag Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ജോലിയും കൂലിയും ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കാത്തതുമൂലം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കൈത്തറി മേഖല മുന്നോട്ടു പോകുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് കൈത്തറി സംഘങ്ങളിലുള്ളവർ പറയുന്നത്. നാലു വർഷം മുൻപ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയ 7 ലോഡ് കാരന്താട് പുന്നക്കടവ് റോഡ് പദ്ധതി പാതിവഴിയിൽ മുടങ്ങിയതായി പരാതി. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുസ്സഹമായതോടെ പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. മഹാദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കയിൽ രാജ്യത്തിന്റെ സൈനിക കരുത്തിൽ 31 മണിക്കൂറിനുള്ളിൽ നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിൽ മുഴുവൻ സമയവും പങ്കാളിയായ ലാൻസ് നായക് വി അർജുൻ വലിയ പറമ്പിന്റെ യശസ്സുയർത്തുന്നു. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കേന്ദ്രത്തിലെ റേഡിയോ ഓപ്പറേറ്ററാണ് വലിയപറമ്പ് സ്വദേശിയായ അർജുൻ. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിലെ ചേനാട്ടുകൊല്ലിയിൽ കാട്ടാനയിറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. അർഹതപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ജോലിയും കൂലിയും ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കാത്തതുമൂലം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കൈത്തറി മേഖല മുന്നോട്ടു പോകുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് കൈത്തറി സംഘങ്ങളിലുള്ളവർ പറയുന്നത്. പ്രതിസന്ധികളുടെ നടുക്കടലിലാണ് കൈത്തറി മേഖല. എത്ര കാലം ഇനിയും പിടിച്ചു നിൽക്കാനാകുമെന്ന് കൈത്തറി രംഗത്തുള്ള ആർക്കും അറിയില്ല. കണ്ണൂർ ജില്ലയിൽ മാത്രം 1000-ഓളം തൊഴിലാളികൾ കൈത്തറി മേഖലയിലുണ്ട്. അപൂർവം ചില വലിയ സൊസൈറ്റികൾക്ക് മാത്രമാണ് തൊഴിലാളികൾക്ക് കൂലിയെങ്കിലും കൊടുക്കാനാകുന്നത്. ചെറിയ സൊസൈറ്റികളിലെ തൊഴിലാളികളുടെ കൂലി മുടങ്ങിയിട്ട് മാസങ്ങളായി. വെള്ളൂർ വിവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ഉദാഹരണമാണ്. ഇവിടെ 25 തൊഴിലാളികളുണ്ട്. ഇതിൽ 21 സ്ത്രീകളാണ്. മാസങ്ങളായി ഇവർക്ക് കൂലി കിട്ടിയിട്ട്. അവസാനം കൂലി നൽകിയത് സൊസൈറ്റി ലോണെടുത്തിട്ടടക്കമാണ്. 2019 മാർച്ചിനു ശേഷം ഉൽപാദന ബോണസും സംഘങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നന്നായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉൽപാദന ബോണസായി ഒരാഴ്ചയിൽ പരമാവധി 1000 രൂപ വരെ ലഭിക്കുമായിരുന്നു. വർഷങ്ങളായി റിബേറ്റും കുടിശ്ശികയാണ്. സ്കൂൾ യൂണിഫോം തുണി നെയ്ത്തിലായിരുന്നു സംഘങ്ങളുടെ അവസാന പ്രതീക്ഷ. എന്നാൽ 7 മാസമായി യൂണിഫോം തുണി നെയ്ത ഇനത്തിൽ 1 രൂപ പോലും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. സൊസൈറ്റികളിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് 10 മാസമായി. GST രജിസ്ട്രേഷനുള്ള കൈത്തറി സംഘങ്ങൾക്ക് വേറെയും പ്രതിസന്ധികളുണ്ട്. 500ഓളം കൈത്തറി സംഘങ്ങളിൽ ഭൂരിഭാഗത്തിനും GST രജിസ്ട്രേഷനുണ്ട്. മുൻകാലങ്ങളിൽ യൂണിഫോം തുണി നിർമ്മിക്കാനാവശ്യമായ നൂല് മില്ലുകളിൽ നിന്ന് യാൺ സൊസൈറ്റികൾ വഴിയാണ് സംഘങ്ങൾക്ക് ലഭിച്ചിരുന്നത്. ഇതുമൂലം 5% GST മാത്രമേ അടയ്ക്കേണ്ടിയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ മില്ലിൽ നിന്ന് നേരിട്ട് നൂലുകൾ സംഘങ്ങൾക്ക് ലഭിക്കുന്നു. ഇതുമൂലം യൂണിഫോം നിർമ്മാണം ജോബ് വർക്കായി പരിഗണിച്ച് 18% നികുതി അടയ്ക്കാനാണ് GST വകുപ്പ് ആവശ്യപ്പെടുന്നത്. ഈ തുക നൽകി അധികകാലം സംഘങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് അധികൃതർ പറയുന്നത്. സംഘങ്ങൾ GST ആയി അടയ്ക്കുന്ന തുക സർക്കാർ അനുവദിക്കണമെന്നാണ് ആവശ്യം. കൈത്തറി മേഖല ഇപ്പോൾ പ്രതിസന്ധിയിലുള്ളത്. മുമ്പോട്ട് പോകണം തന്നെ വളരെ പ്രയാസമാണ്. സർക്കാരിൽ നിന്നും ഏകദേശം ഒരു 6-7 മാസത്തെ യൂണിഫോമിൻ്റെ പൈസ തന്നെ കിട്ടാനുണ്ട്. കൂലി ഇനത്തിൽ മറ്റ് റിബേറ്റ് ഇനത്തിലും വലിയൊരു ലക്ഷങ്ങൾ കിട്ടാനുണ്ട്. എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നില്ല തൊഴിലാളികൾക്കും മനസ്സിലാവുന്നില്ല, സ്ഥാപന മേധാവികൾക്കും ആവുന്നില്ല. എങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് ഭയങ്കര പ്രയാസത്തിലുള്ളത്. കൂലി കൊടുക്കാൻ പറ്റുന്നില്ല.
കൂലി കൊടുക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ടാണ് ഇപ്പം ചെയ്യുന്നതെല്ലാം. ഓപ്പൺ മാർക്കറ്റിലും കൈത്തറിക്ക് രക്ഷയില്ല. തമിഴ്നാട്ടിൽ നിന്നും കൈത്തറി എന്ന വ്യാജേനയെത്തുന്ന പവർലൂം തുണികളാണ് പ്രധാന ഭീഷണി. കൈത്തറിയേക്കാൾ 100-200 രൂപ വിലക്കുറവിൽ ഈ വ്യാജ കൈത്തറി വിപണിയിലെത്തുമ്പോൾ സംഘങ്ങളുടെ നട്ടെല്ലൊടിയുന്നു. വലിയ പ്രതീക്ഷയായ ഓണവിപണിയിൽ പോലും ഇത്തരം വെല്ലുവിളികളെ നേരിടാനാകാതെ കെട്ടിക്കിടക്കുകയാണ് മനുഷ്യാധ്വാനം കൊണ്ട് മാത്രം നെയ്തെടുക്കുന്ന തുണിത്തരങ്ങൾ. ഹാൻഡ്ലൂം മുദ്രയാണ് വ്യാജ കൈത്തറിയിൽ നിന്ന് യഥാർത്ഥ കൈത്തറിയെ തിരിച്ചറിയാനുള്ള ഏകമാർഗം. ഇത് നോക്കി വാങ്ങുന്ന ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടില്ല. നൂലിന്റെയും ചായത്തിന്റെയും എല്ലാം വിലവർദ്ധനവ് കൂടിയായതോടെ കൈത്തറി മേഖലയും തൊഴിലാളികളുടെ ജീവിതവും കൂടുതൽ ഇരുളടഞ്ഞതാകുന്നു. കേരളത്തിലേക്ക് വരുന്ന നൂലിന് വലിയ നേരത്തെയുള്ളതിനെക്കാട്ടിയും വലിയ വിലവർദ്ധനവ് ഉണ്ടാവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്ന അവസ്ഥ നിലവിലുണ്ട്. മറ്റൊരു ഈ മേഖലയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന വ്യാജ കൈത്തറി ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറുകയും പവർലൂമിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൈത്തറിയാണെന്ന വ്യാജേന നാട്ടിൽ വരികയും ചെറിയ തുകക്കത് വിൽപ്പന നടത്തുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകളെ കിട്ടാത്ത ഒരു അവസ്ഥ വരികയാണ്. തമിഴ്നാട്ടിലെയും മറ്റും വൻകിട തുണിമില്ലുകളുടെ വ്യാജ കൈത്തറിയെ തിരിച്ചറിഞ്ഞ ഹാൻഡ്ലൂം മുദ്ര നോക്കി ഉപഭോക്താക്കൾ തുണികൾ തിരഞ്ഞെടുക്കുകയും ഒപ്പം സർക്കാർ എല്ലാ കുടിശ്ശികകളും നൽകി തീർക്കുകയും ചെയ്താൽ ഈ തൊഴിൽ മേഖല രക്ഷപ്പെടും. ഇല്ലെങ്കിൽ കൈത്തറി വ്യവസായം ചരിത്രത്തിന്റെ ഭാഗം മാത്രമായി മാഞ്ഞുപോകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 4 വർഷം മുൻപ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയ ഏഴിലോട് കാരന്താട് പുന്നക്കടവ് റോഡ് പദ്ധതി പാതിവഴിയിൽ മുടങ്ങിയതായി പരാതി. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുസ്സഹമായതോടെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. 4 വർഷം മുൻപ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച പദ്ധതിയാണ് ഏഴിലോട് കാരന്താട് പുന്നക്കടവ് റോഡിന്റെ നവീകരണം. കിഫ്ബിയിലൂടെ 17 കോടി രൂപ വകയിരുത്തിയ പദ്ധതി പക്ഷേ പാതിവഴിയിൽ നിലച്ചു. ഏഴിലോട് മുതൽ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ വരെ മാത്രമാണ് നിർമ്മാണം നടന്നത്. ശേഷിക്കുന്ന വലിയ ഭാഗം റോഡിന്റെ സ്ഥിതി പരമദയനീയം. ഏഴിമല റെയിൽവേ സ്റ്റേഷൻ മുതൽ കാരന്താട് ജംഗ്ഷൻ വരെ കുഞ്ഞിമംഗലം, രാമന്തളി പഞ്ചായത്തുകളിലെ 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡിന്റെ പ്രധാന ഭാഗം നിറയെ കുഴികളാണ്. ഇരുചക്ര വാഹനങ്ങളിൽ ഇതുവഴി എന്നും സഞ്ചരിച്ചാൽ വീണ് പരിക്കേൽക്കാതിരിക്കണമെങ്കിൽ ഭാഗ്യം കൂടി വേണം എന്നതാണ് അവസ്ഥ. സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ ഏറെ പണിപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുസ്സഹമായതോടെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. 4 വർഷം മുമ്പ് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17 കോടി രൂപയിലേറെ സംഖ്യ വിലയിരുത്തി ഏഴിലോട് നിന്ന് കാരന്താട് വഴി പുന്നക്കടവിലെത്തുന്ന റോഡിൻ്റെ പ്രവൃത്തി ഏഴിമല റെയിൽവേ ഗേറ്റ് വരെ എത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രവൃത്തി നടത്താത്ത രീതിയിലാണുള്ളത്. അതിൽ പുതിയക്കര മുതൽ കാരന്താട് വരെയുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വാഹന ഗതാഗതം എന്ന് മാത്രമല്ല കാൽനട യാത്രക്ക് പോലും ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള റോഡാണ്. ആ റോഡിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി പൂർത്തിയാക്കാനുള്ള നടപടികൾ PWDയുടെ ഭാഗത്തു നിന്നോ കിഫ്ബിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണിയും മണ്ഡലം കോൺഗ്രസ് നേതൃത്വവും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതിവർഷം മൂലമാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് എന്ന് ആരെങ്കിലും കരുതിയാൽ തെറ്റി. വേനലിൽ കല്ലുതെറിക്കുകയും പൊടി പറക്കുകയും ചെയ്യും. മഴയിൽ ചെറു ചെളിക്കുളങ്ങളും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മഹാദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈയിൽ രാജ്യത്തിന്റെ സൈനിക കരുത്തിൽ 31 മണിക്കൂറിനുള്ളിൽ നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിൽ മുഴുവൻ സമയവും പങ്കാളിയായ ലാൻസ് നായക് വി അർജുൻ വലിയപറമ്പിന്റെ യശസ്സുയർത്തുന്നു. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കേന്ദ്രത്തിലെ റേഡിയോ ഓപ്പറേറ്ററാണ് വലിയപറമ്പ് സ്വദേശിയായ അർജുൻ.
പാലം ഒലിച്ചുപോയ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമായ ഘട്ടത്തിലാണ്. മുണ്ടക്കയെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്നതിന് യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മുടെ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചത്. 190 അടി നീളവും 3 മീറ്റർ വീതിയുമുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേഗവും അധികൃതർക്കും നാട്ടുകാർക്കും ആത്മവിശ്വാസവും കൈവന്നത്. മദ്രാസ് സാപ്പേഴ്സ് എന്നറിയപ്പെടുന്ന സൈന്യത്തിന്റെ എഞ്ചിനീയർ ഗ്രൂപ്പാണ് രാപ്പകൽ ഭേദമന്യേ നിർമ്മാണ പ്രക്രിയയ്ക്ക് നേതൃത്വം വഹിച്ചത്. സേനാ അംഗങ്ങൾക്കൊപ്പം നാട്ടുകാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ബെയ്ലി പാലം നിർമ്മാണത്തിൽ സഹായവുമായി ഉണ്ടായിരുന്നു. ദുരന്തത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനും ആശ്വാസമേകാനുമായി എത്തിയ സൈനികരിൽ വലിയപറമ്പ് ദ്വീപിന്റെ അഭിമാനമായ ലാൻസ് നായിക് വി അർജുനും അംഗമായെത്തി. 20 ട്രക്കുകളിലായി പാലത്തിന്റെ പാനലുകൾ ബംഗളൂരുവിൽ നിന്നാണ് ചൂരൽമലയിലേക്ക് കൊണ്ടുവന്നത്. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കേന്ദ്രത്തിലെ റേഡിയോ ഓപ്പറേറ്ററാണ് വലിയപറമ്പ് പാലത്തിനടുത്ത് കെ ബാലന്റെയും ഇന്ദിരയുടെയും ഇളയ മകനായ അർജുൻ. സൈന്യത്തിൽ 9 വർഷമായി അർജുൻ സേവനം ചെയ്തുവരുന്നു. ജമ്മു കാശ്മീരിലെ വിവിധ ഓപ്പറേഷനുകളിൽ ഇദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. രാജസ്ഥാനിലും പ്രവർത്തിച്ചു. വയനാട്ടിൽ നിർമ്മിച്ച 24 ടൺ ഭാരം വഹിക്കാൻ കഴിയുന്ന സ്റ്റീൽ ട്രസ് പാലം പൂർത്തിയാക്കിയ ശേഷമാണ് രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലായതെന്ന് ലാൻസ് നായിക് അർജുൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ടോട്ടലി 140 പേരുണ്ടായിരുന്നു. അപ്പം എൻ്റെ വർക്ക് എന്ന് വെച്ചാൽ അവിടെ റേഡിയോ സെറ്റും എടുത്തിട്ട് പോയതാണ്. അതായത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ്റെ പാലത്തിൻ്റെ അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയത്. അപ്പം നമ്മളെ MEG മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പാണ് അത് എൻ്റെ ടീമാണത്. പിന്നെ നമ്മളെ 31 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്ത് 80 ഫീറ്റ് പാലത്താണ് നമ്മൾ ഇട്ട്. അതുകൊണ്ട് പാലം വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ അവിടത്തേക്ക് എത്തിപ്പെടാനാണ് മറുഭാഗത്തേക്ക് എത്തിപ്പെടാൻ കൂടുതൽ ഇതായതും പാലം വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ തെരച്ചിൽ ഊർജിതായത്. ഇദ്ദേഹത്തിന്റെ മൂത്ത സഹോദരി ഡോക്ടർ ബിന്ധ്യ ബാലൻ 5 വർഷത്തോളമായി മസ്കറ്റിൽ മെഡിക്കൽ ഓഫീസറാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വലിയപറമ്പിലെ വീട്ടിൽ വിശ്രമിച്ച അർജുൻ ബുധനാഴ്ച വൈകുന്നേരത്തോടെ ബംഗളൂരുവിൽ സേന ആസ്ഥാനത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി ചേനാട്ടുകൊല്ലിയിൽ കാട്ടാന ഇറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. അർഹതപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രദേശം സന്ദർശിച്ച കൃഷി ഓഫീസർ അറിയിച്ചു. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിലെ ചേനാട്ടുകൊല്ലിയിൽ കാട്ടാന ഇറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. നിരവധി വാഴകളും മറ്റ് കൃഷികളും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ചെറുകിട കർഷകനായ സണ്ണി പൂച്ചാലിന്റെ കൃഷിയിടത്തിലെ 50ലധികം വാഴകളാണ് നശിപ്പിക്കപ്പെട്ടത്. ചെറുപുഴ കൃഷി ഓഫീസർ അഞ്ജു പി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. അർഹതപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആനുകൂല്യം കിട്ടാൻ വേണ്ടി വാഴ ആന കളഞ്ഞതിന് കൊടുത്തിട്ട് ഇതേവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കായ്മകൾ സണ്ണിച്ചേട്ടൻ അതിൻ്റെ പുറകെ നടന്ന് പുള്ളിയുടെ പൈസ പോയതും കുറേ മിച്ചം എല്ലാം. എന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിന് പേപ്പറില്ല, കാര്യങ്ങളില്ലെന്നൊക്കെ പറയുന്നത്. അപ്പം അതിനാന്ന് വെച്ചാൽ സഹായം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ വർഷവും ആരെങ്കിലും കയറാറുണ്ടോ? എല്ലാ കൊല്ലവും ഇപ്പം ഇവിടെ കയറാൻ 2 മാസം കണ്ടായി. ഈ രാത്രി കയറി ആ കായ്മകൾ സണ്ണിച്ചേട്ടൻ്റെ മുറ്റത്ത് കയറി വെച്ച് അടിച്ച് നേരത്തേച്ച് പോയി. വാഴ മാത്രമാണോ നശിപ്പിക്കുന്നത്? വാഴ, തെങ്ങ്, കവുങ്ങ് അങ്ങനത്തെ ഒരു സാധനം വേണ്ട. അല്ല, അങ്ങനെ സാധനം പോട്ടെ, അങ്ങനത്തെ ഒന്നുമില്ല. എന്ത് സാധനം കണ്ടാലും വലിച്ചു കയറും. ഇന്നലെ പോന്ന് വെച്ച് കുറച്ച് വാഴയും കുറച്ച് തെങ്ങിൻ തൈയും കുറെ ചേമ്പൊക്കെ സർവ്വ സാധനം വലിച്ചു വെച്ചു. പകൽ ഇന്ന് വരെ ഇറങ്ങിയില്ല. സന്ധ്യ കഴിയുമ്പോൾ സന്ധ്യയോട് ഭയങ്കര റോട്ടിൽ. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ നഗരത്തിൽ ഫുട്പാത്തിലെ പൊട്ടിയ സ്ലാബുകൾ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്കടുത്ത LIC ജംഗ്ഷനിൽ പോലും അപകടക്കെണിയൊരുക്കിയിട്ടുണ്ട് പൊട്ടിയ സ്ലാബുകൾ. നിർമ്മാണം പൂർത്തിയായി 1 വർഷത്തിനകം പൊട്ടിപ്പൊളിഞ്ഞ പയ്യന്നൂരിലെ ബൈപ്പാസ് റോഡിനെ കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. സമാനം തന്നെയാണ് ഫുട്പാത്തിലെ സ്ലാബുകളുടെയും സ്ഥിതി. പലയിടത്തും സ്ലാബുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധയില്ലാതെ നടന്നാൽ പൊട്ടിയ കോൺക്രീറ്റിന്റെയും തുരുമ്പിച്ച കമ്പിയുടെയും കെണിയിൽ കാല് കുടുങ്ങുമെന്ന് ഉറപ്പ്. ഓടയിൽ വീഴാനും റോഡിലേക്ക് തെറിച്ചു വീഴാനും സാധ്യത ഏറെ. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്കടുത്ത LIC ജംഗ്ഷനിൽ പോലും അപകടക്കെണിയൊരുക്കിയിട്ടുണ്ട് പൊട്ടിയ സ്ലാബുകൾ. ബൈപ്പാസ് റോഡിൽ LIC ജംഗ്ഷനിലെ സ്ലാബ് LIC ജംഗ്ഷനിൽ മാത്രമല്ല
പയ്യന്നൂർ നഗരസഭയിലെത്തി ഒരുപാട് സ്ലേവകൾ ഇന്ന് അല്ലെങ്കിൽ നാളെ പൊട്ടിവീഴാറായിട്ടില്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവമാണ്. ആള് വീണ് ചത്തതിന് ശേഷം നോക്കുന്നതിനെക്കാട്ടി നല്ലത് അതിനെക്കാട്ടി നോക്കണം എന്നാണ് നമ്മളൊരു പഠിപ്പിച്ചത്. പക്ഷേ ഈ നഗരസഭക്ക് അങ്ങനെ ഒരു സംഭവമില്ല. കാരണം അവരാൾക്ക് ആരും പേടിക്കണ്ട. കാരണം അവർ തന്നെ പറയുന്നത് അവരിലെ പല ആൾക്കാരും നമ്മൾ പറഞ്ഞു കേട്ടത് കുറ്റി മാറ്റി നിർത്തിയാറ്റി അതിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യും എന്നല്ലേ ധാർഷ്ട്യം അല്ലെങ്കിൽ അഹങ്കാരം അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പ്രാദേശിക വികസനം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കൗൺസിൽ മീറ്റിങ്ങിൽ പോകുന്നവരല്ലേ, ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു നഗരസഭയാണ് LDFന്. പക്ഷേ ആ ഒരു മെമ്പർമാരിൽ അതാത് പ്രദേശത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പോയി ഇരുന്ന് സംസാരിക്കുന്നത് ഒരു പത്രമാധ്യമങ്ങളിലും ഒരു ദൃശ്യമാധ്യമങ്ങളിലും നമ്മളാരും കണ്ടിട്ടാണ്. പനിയുമായി എത്തുന്ന രോഗികൾ കാലൊടിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാതിരിക്കണമെങ്കിൽ അതീവ ശ്രദ്ധ വേണമെന്ന് സാരം. ഭീതി വേണ്ട, ജാഗ്രത മതി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്കൂൾ കലോത്സവങ്ങൾക്ക് നിയന്ത്രണം വേണമെന്നും ജില്ലാതലത്തിൽ എല്ലാ മത്സരങ്ങളും അവസാനിപ്പിക്കണമെന്നും ഖാദർ കമ്മിറ്റി ശുപാർശ. കലോത്സവങ്ങൾ തർക്കവേദിയാകുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശം. സംസ്ഥാന തലത്തിൽ മത്സരങ്ങൾ നടത്താൻ പാടില്ലെന്നും ജില്ലാതലത്തിൽ എല്ലാ മത്സരങ്ങളും അവസാനിപ്പിക്കണമെന്നും ഖാദർ കമ്മിറ്റി ശുപാർശയിൽ പറയുന്നു. സംസ്ഥാന തലത്തിൽ സാംസ്കാരിക വിനിമയം മാത്രം മതിയെന്നാണ് നിർദ്ദേശം. പ്രൈമറി വിഭാഗത്തിന്റെ മത്സരങ്ങൾ പഞ്ചായത്ത് തലത്തിൽ തീർക്കണം. കലോത്സവങ്ങൾ തർക്കവേദിയാകുന്നു എന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവം സമ്പന്നരുടെ മാത്രം മേളയായി മാറിയെന്ന് റിപ്പോർട്ടിൽ വിമർശനവുമുണ്ട്. കലോത്സവത്തെ മത്സരമാക്കി മാറ്റുന്നത് ഗ്രേസ് മാർക്കിന്റെ സ്വാധീനത്തിലാണ്. പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകണം. എന്നാൽ ഇന്ന് നൽകുന്ന രീതിയിലാണോ വേണ്ടതെന്ന് പുനരാലോചന വേണമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. നേരത്തെ സംസ്ഥാനത്ത് സ്കൂൾ സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാക്കി മാറ്റണമെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. പ്രീ സ്കൂളിൽ 25, 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ 35 എന്നിങ്ങനെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനും നിർദ്ദേശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയിലെ വെള്ളക്കെട്ടിനും ഗതാഗതക്കുരുക്കിനും പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗ് മാടായി പഞ്ചായത്ത് കമ്മിറ്റി പഴയങ്ങാടിയിൽ ഒപ്പുമതിൽ സംഘടിപ്പിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ, പുതിയങ്ങാടി, മാട്ടൂൽ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന പഴയങ്ങാടി റെയിൽവേ അടിപ്പാതയിലെ ഗതാഗത കുരുക്കിനും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണുക സർക്കാരും സ്ഥലം MLAയും ഈ പ്രദേശത്തോട് പതിറ്റാണ്ട് കാലമായി കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും മുസ്ലിം ലീഗ് മാടായി പഞ്ചായത്ത് കമ്മിറ്റി ആഗസ്റ്റ് 12 നടത്തുന്ന MLA ഓഫീസ് മാർച്ചിന് മുന്നോടിയായി പഴയങ്ങാടി അടിപ്പാതയ്ക്ക് സമീപം ഒപ്പുമതിൽ സംഘടിപ്പിച്ചു. പരിപാടി മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ ബൃഹത്തായ പദ്ധതി കേന്ദ്ര സർക്കാരുകളുടെ സഹായത്തോടുകൂടി ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഇവിടെ പരിഹാരമാകാൻ സാധ്യതയുള്ളൂ. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുള്ള മേഖലകളിലൊക്കെ നമ്മുടെ MLAക്കും അറിയാം. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലടക്കം ദേശീയ പാതയുടെ ഗതി മാറ്റുന്നതിനപ്പുറത്തേക്ക് പോലും ഇടപെടലുകൾ നടത്തി അതിന് വേണ്ട പരിഹാരം നിർദ്ദേശിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശവുമായി ഈ ഘട്ടത്തിലെങ്കിലും വരണം. കാരണം മുസ്ലിം ലീഗ് മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് SU റഫീഖ് അധ്യക്ഷത വഹിച്ചു. അട്ടൂൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫാരിഷ മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി O ബഷീർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ SK ആബിദ ടീച്ചർ, മാടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP കുഞ്ഞിക്കാതിരി, OTL റഷീദ, AP ബദ്രുദ്ദീൻ, K ഷാഹുൽ ഹമീദ് ഹാജി, M പവിത്രൻ, ജോയി ചൂട്ടാട്, KV നന്ദനൻ, മോഹനൻ കക്കോപ്രവൻ, KV റിയാസ്, VS അഷ്റഫ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. സംസ്ഥാനത്ത് ഡ്രൈ ഡേയിൽ ഉപാധികളോടെ ഭാഗികമായി മാറ്റം വരുത്താൻ കരട് മദ്യനയത്തിൽ ശുപാർശ. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന് കാലങ്ങളായുള്ള ബാർ ഉടമകളുടെ ആവശ്യം പൂർണ്ണമായും പരിഗണിച്ചില്ലെങ്കിലും പകരം ചില നിബന്ധനകളോടെ സർക്കാർ ഈ ആവശ്യം പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ ഡ്രൈ ഡേയിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്നതിനാൽ സർക്കാരിന് നികുതി നഷ്ടം സംഭവിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ടൂറിസം മേഖലയെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഡ്രൈ ഡേയിൽ ഇളവ് വരുത്താൻ ശുപാർശ. അതേസമയം 1-ാം തീയതി എല്ലാ മദ്യഷോപ്പുകളും തുറക്കില്ല. എന്നാൽ അന്താരാഷ്ട്ര കോൺഫറൻസുകൾ, മൈസ് ടൂറിസം,
ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മദ്യം വിൽക്കാൻ അനുമതി നൽകുന്നത് പരിഗണിക്കാമെന്നാണ് സർക്കാർ കരുതുന്നത്. ഇതിനുവേണ്ടിയുള്ള കൃത്യമായ നിയമങ്ങൾ ഇനിയും തയ്യാറാക്കേണ്ടതുണ്ട്. ഡ്രൈ ഡേ ഒഴിവാക്കണം എന്നായിരുന്നു ബാർ ഉടമകളുടെയും മദ്യക്കമ്പനികളുടെയും ആവശ്യം. രാജ്യാന്തര കൺവെൻഷനുകൾ ഉൾപ്പെടെ കേരളത്തിലേക്ക് വിഐപികൾ വരുന്നതിന് ഡ്രൈ ഡേ തടസ്സമാകുന്നുവെന്ന് ടൂറിസം വകുപ്പ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഡ്രൈ ഡേ ഒഴിവാക്കണം എന്ന് കാലങ്ങളായുള്ള ബാർ ഉടമകളുടെ ആവശ്യം പൂർണ്ണമായും പരിഗണിച്ചില്ലെങ്കിലും പകരം ചില നിബന്ധനകളോടെ സർക്കാർ ഈ ആവശ്യം പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വയനാട്ടിലെ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ സ്വർണമോതിരങ്ങളും മാതാവിന്റെ 1 മാസത്തെ പെൻഷനും നൽകി ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ. എം വിജിൻ MLA സ്വർണമോതിരങ്ങളും പെൻഷൻ തുകയും ഏറ്റുവാങ്ങി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 25 വീടുകളുടെ ധനസമാഹരണത്തിലേക്കാണ് സഹായം നൽകിയത്. എം വിജിൻ MLAക്ക് സ്വർണമോതിരവും പെൻഷൻ തുകയും കൈമാറി. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ഡിവൈഎഫ്ഐ കണ്ടത് 25-ലധികം വീടുകൾ നൽകാൻ സാധിക്കുമെന്ന്. കാരണം ഡിവൈഎഫ്ഐ നേരിട്ട് പണം പിരിക്കാതെ ജനങ്ങളിൽ നിന്ന് അവർ തരുന്ന സമ്മാനങ്ങൾ അത് ഓരോന്ന് സ്വീകരിക്കുക. ഒരുപാട് പ്രദേശത്ത് ആക്രി വർക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ നടത്തുന്നുണ്ട്. അതോടൊപ്പം പ്രിയപ്പെട്ടവർ അവർക്കിഷ്ടമുള്ള ഇപ്പോൾ ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അവർ ഇപ്പോൾ ഡിവൈഎഫ്ഐക്ക് വേണ്ടി വീട് നിർമ്മിച്ച് നൽകാൻ ഈ വയനാട് ജനങ്ങൾക്കായി അവരുടെ മോതിരം സ്വർണ്ണമോതിരം നമുക്കിപ്പോൾ നൽകുകയാണ്. ചടങ്ങിൽ കെ മോഹനൻ, OV പവിത്രൻ, ടി സായന്ത്, PP അരുൺ, അമൽ പവനൻ, PV സജീവൻ, PL ബേബി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കല്യാശ്ശേരി മണ്ഡലത്തിൽ ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളെ ടൗണുമായി ബന്ധപ്പെടുത്തുന്നതിനും ലാഭകരമായ പുതിയ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നതും സംബന്ധിച്ച് ആലോചിക്കുന്നതിന് എം വിജിൻ MLAയുടെ അധ്യക്ഷതയിൽ പ്രാഥമിക യോഗം ചേർന്നു. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 31-ന് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിക്കും. കല്യാശ്ശേരി മണ്ഡലത്തിൽ ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളെ ടൗണുമായി ബന്ധപ്പെടുത്തുന്നതിനും ലാഭകരമായ പുതിയ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കുന്നതിനും എം വിജിൻ MLAയുടെ അധ്യക്ഷതയിൽ പ്രാഥമിക യോഗം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്നു. ഇതിന്റെ ഭാഗമായി ആഗസ്റ്റ് 31-ന് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിക്കും. മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഗ്രാമീണ മേഖലയിൽ ബസ് സർവീസ് ഇല്ലാത്തതും നിന്നുപോയതുമായ ഇടങ്ങളിൽ സർവീസ് നടത്തുന്നത് സംബന്ധിച്ച് KSRTC, പ്രൈവറ്റ് ബസ് ഉടമകൾ എന്നിവരുടെ അഭിപ്രായം തേടും. ഇതോടൊപ്പം പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി ജനകീയ സദസ്സിൽ അവതരിപ്പിക്കുകയും ചർച്ചകൾക്ക് ശേഷം പുതിയ റൂട്ടുകൾക്ക് അംഗീകാരം നൽകുകയും ചെയ്യും. യോഗത്തിൽ കണ്ണൂർ RTO മുജീബ് CU, ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീമതി, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ, ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രതി, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ P കരുണാകരൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത്ത് മോൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ദേശീയ കൈത്തറി ദിനത്തിന്റെ ഭാഗമായി ഇരിണാവിൽ കൈത്തറി തൊഴിലാളികളുടെ സംഗമവും വിവിധ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. എം വിജിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേശീയ കൈത്തറി ദിനത്തിന്റെ ഭാഗമായി ഇരിണാവിൽ കൈത്തറി തൊഴിലാളികളുടെ സംഗമവും വിവിധ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. എം വിജിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പറ്റും. ഏതായാലും നമുക്കെല്ലാം ചേർന്നുകൊണ്ട് ആ കൈത്തറി മേഖലയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നിർവഹിക്കേണ്ടത്. തീർച്ചയായും MLA എന്ന നിലയിൽ ഏതെല്ലാം പദ്ധതികൾ നമുക്ക് അതിനകത്ത് നടപ്പിലാക്കാൻ പറ്റും, നമുക്ക് സെൻട്രലുമായി കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഇരിണാവ് നമ്മുടെ സംഘമുണ്ട്, മറ്റ് സംഘങ്ങളുണ്ട്, അവരെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കൈത്തറി വ്യവസായത്തെ ശക്തിപ്പെടുത്തുക എന്നത് പ്രധാനമായ ഊന്നൽ കൊടുത്തുകൊണ്ട് ചടങ്ങിൽ വെച്ച് മുതിർന്ന തൊഴിലാളികളെയും ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളികളെയും ആദരിച്ചു. കൈത്തറി സേവാ കേന്ദ്രങ്ങളുടെയും ക്ലസ്റ്ററുകളുടെയും ഡിസൈനുകൾ, സാമ്പിളുകൾ, ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം എന്നിവയും ഒരുക്കിയിരുന്നു. ഗുണമേന്മയും പുതു ഡിസൈനിൽ നെയ്തെടുത്ത വസ്ത്രങ്ങളും മേളയിലെ മുഖ്യ ആകർഷകമായിരുന്നു. വിവിധ തരത്തിലുള്ള ബാഗുകൾ, സാരികൾ, ബെഡ്ഷീറ്റുകൾ എന്നിവയും മേളയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇരിണാവ് വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് C സുരേശൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K അനിൽകുമാർ, കൈത്തറി സേവാ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ ST സുബ്രഹ്മണ്യൻ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഇൻചാർജ് ER നിതിൻ, വാർഡ് മെമ്പർ K ഷിജു, P ജിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിവിധ സ്കൂളുകളിലെ അധ്യാപകർ തയ്യാറാക്കിയ
തിരഞ്ഞെടുത്ത പ്രൊജക്ടുകളുടെ അവതരണം മാടായി BRCയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു ഉദ്ഘാടനം നിർവഹിച്ചു. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ കൂടുതൽ അക്കാദമിക മികവ് ഉണ്ടാക്കുന്നതിനായി അതാത് സ്കൂളിലെ അധ്യാപകർ തയ്യാറാക്കിയ തെരഞ്ഞെടുത്ത പ്രൊജക്ടുകളുടെ അവതരണം മാടായി BRCയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. BPC വിനോദ് കുമാർ MV, ഡയറ്റ് ഫാക്കൽറ്റി K ഉണ്ണികൃഷ്ണൻ, BRC ട്രെയിനർ SA ജീവനന്ദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കണ്ണൂർ യൂണിറ്റ് സമഗ്ര ശിക്ഷ കേരളം മാടായി BRCയുമായി ചേർന്ന് മുട്ടക്കോഴി വിതരണം നടത്തി. മാടായി BRC ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കണ്ണൂർ യൂണിറ്റ് സമഗ്ര ശിക്ഷ കേരളം മാടായി BRCയുമായി ചേർന്ന് കുട്ടിക്കൂട്ടുകാർക്ക് ചിറകുള്ള ചങ്ങാതിമാർ മുട്ടക്കോഴി വിതരണം മാടായി BRC ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സരിക അധ്യക്ഷത വഹിച്ചു. AV സതീശൻ, ഡോക്ടർ അബ്ദുൽ ഹക്കീം, ഡോക്ടർ MK സവിത, K ഉണ്ണികൃഷ്ണൻ, MV വിനോദ് കുമാർ, K വിദ്യ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് ദേശീയ കൈത്തറി ദിനം. ജോലിയും കൂലിയും ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കാത്തതുമൂലം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കൈത്തറി മേഖല മുന്നോട്ടു പോകുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് കൈത്തറി സംഘങ്ങളിലുള്ളവർ പറയുന്നത്. നാലു വർഷം മുൻപ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയ 7 ലോഡ് കാരന്താട് പുന്നക്കടവ് റോഡ് പദ്ധതി പാതിവഴിയിൽ മുടങ്ങിയതായി പരാതി. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുസ്സഹമായതോടെ പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. മഹാദുരന്തം വിതച്ച വയനാട്ടിലെ മുണ്ടക്കൈയിൽ രാജ്യത്തിന്റെ സൈനിക കരുത്തിൽ 31 മണിക്കൂറിനുള്ളിൽ നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിൽ മുഴുവൻ സമയവും പങ്കാളിയായ ലാൻസ് നായക് V അർജുൻ വലിയ പറമ്പിന്റെ യശസ്സുയർത്തുന്നു. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കേന്ദ്രത്തിലെ റേഡിയോ ഓപ്പറേറ്ററാണ് വലിയപറമ്പ് സ്വദേശിയായ അർജുൻ. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിലെ ചേനാട്ടുകൊല്ലിയിൽ കാട്ടാനയിറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു. അർഹതപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.